ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കണത് ഇത് നമ്മളെ 9 വോൾട്ട് ബാറ്ററി. ഇതൊരു സാധാ ഒരു LED കണ്ടല്ലേ. അപ്പോൾ സാധാ രീതിയിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ പ്ലസ് മൈനസും മാറി കഴിഞ്ഞാൽ LED വർക്ക് ചെയ്യില്ല. ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഈ LED നീളം കൂടിയ കാരണം പോസിറ്റീവ് വരിക, ഈ നീളം കുറഞ്ഞ നെഗറ്റീവായിട്ട് വരിക. അപ്പോൾ ഇത് പോസിറ്റീവ്, റൈസർ കൊടുത്ത ഭാഗം പോസിറ്റീവാണ് കേട്ടോ. അതായത് ഇതൊരു പോസിറ്റീവ് കണ്ടല്ലേ ഞങ്ങൾ. ഇതിങ്ങനെ കൊടുക്കുമ്പോൾ LED വർക്ക് ചെയ്യും കണ്ടോ. ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ LED വർക്ക് ചെയ്യൂല കണ്ടല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ കൊടുത്താലും നമുക്ക് ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്തെടുക്കുമ്പോഴേ പിന്നെ ഈ LED ഡയറക്റ്റ് ബാറ്ററി കൊടുക്കരുത്. കാരണം ഇത് 9 വോൾട്ടാണ് ബാറ്ററി, ഇത് 3 വോൾട്ടാണ്. അപ്പം LED ഫീസായി പോട്ടോ. അപ്പം 1K റൈസർ കൊടുത്താണ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. LED കണ്ടില്ലേ അങ്ങനെ. അപ്പം നമുക്ക് വീഡിയോ കണ്ടോക്കിയാലോ അങ്ങനെ ചെയ്യാന്നുള്ളത് കേട്ടോ. അത് നമ്മളെ വീട്ടിലേക്ക് ഇതേമാതിരി പഴയ DOB ഉണ്ടാവും, കേടന്ന് ഒഴിവാക്കി DOB ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ എടുത്താൽ മതി കേട്ടോ. അതിൽ ഏതെടുക്കണേ പറഞ്ഞാൽ ഇതാണ് നമുക്ക് വേണ്ടത്. ബ്രിഡ്ജ് കണ്ടില്ലേ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പ്ലസ് മൈനസ് കണ്ടങ്ങൾ. അപ്പം ഇത് നമുക്ക് ഇവിടുന്ന് നമുക്ക് പിന്നെ സോൾഡർ നമുക്ക് അയച്ചെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് സോൾഡറിങ്ങിന് ഫ്ലക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആയി കിട്ടും. അപ്പം നമുക്ക് ലൈറ്റർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ അടി കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം അത് പെട്ടെന്ന് തന്നെ ഹീറ്റായി പോരും. നമ്മൾ സോൾഡറിങ്ങിന് ഫ്ലക്സ് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ചോദിച്ചാൽ മനസ്സിലാവും കണ്ടില്ലേ. ഉണ്ടോ, ഇത്രേ ഉള്ളൂ സംഭവങ്ങൾ. സുഖമായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതാണ് നമ്മൾ നേരത്തെ അയച്ചെടുത്ത ഇത് കണ്ടില്ലേ. അപ്പം ഇതിന്മേൽ ശരിക്കും ഇവിടെ പ്ലസ് മൈനസ് എന്ന് എഴുതി, ഞങ്ങൾക്ക് വീഡിയോ വ്യക്തമാണെന്ന് അറിയില്ല. ഇതിങ്ങനെ ഒന്നാമത് വർക്ക് ചെയ്ത് പോയിന്. ഇനി അങ്ങനെ നോക്കിയിട്ട് കാണില്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു പോയിന്റ് കാണാം, ഒരു കൊത്തുപണി ചെറിയൊരു പോയിന്റ് കാണാം. അതിനൊക്കെ വീഡിയോ വ്യക്തമാണോ ഞാൻ സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഈ പോയിന്റ് കാണുന്നത് അവിടെ, ഇതാണ് പ്ലസ് മൈനസും വരും കേട്ടോ. അപ്പോൾ ഇതിന്മേൽ കാണുന്നില്ല, അത് വർക്ക് ഇതിനൊക്കെ ഇത് മാഞ്ഞു. ഇനി വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിന്മേലുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയാലും മതി. ഇതിന്മേൽ നമുക്ക് കണ്ടങ്ങള് ഇതിന് പക്ഷെ വ്യക്തമായിട്ട് കാണാം കണ്ടോ. ഇതാ പ്ലസ് കണ്ടോ, ഇത് പ്ലസ് ഇത് മൈനസ് കണ്ടല്ലേ. ഇവിടെ ചെറിയൊരു പോയിന്റ് കാണുന്നത് കൊത്തുമാതിരി ഇങ്ങനെ കണ്ടോ. അപ്പൊ അത് നോക്കിയാൽ മതി കേട്ടോ. ഇത് ശരിക്കും മനസ്സിലാകണ്ട കണ്ടല്ലേ അങ്ങനെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്ക് ഇതിന്മേൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് LED നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലിതാ ഈ ഫസ്റ്റ് കാണുന്ന പിന്നാണ് പോസിറ്റീവ് വരിക. അതേമാതിരി റൈസർ കൊടുത്ത പിന്നാണ് പോസിറ്റീവ് വരിക. അപ്പം എന്ത് ചെയ്യാം, പോസിറ്റീവും സോൾവ് ചെയ്ത് കൊടുക്കുക അങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് പിന്നെ നെഗറ്റീവും കാണണം. അത്രേ ഉള്ളൂ സംഭവം. സിമ്പിളായ പരിപാടിയാണിത്. അപ്പോൾ ഇനി നമുക്ക് 2 വയറും കൂടെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. അത് പിന്നെ നമുക്ക് 2 വയർ നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ സോൾവ് ചെയ്ത് കണ്ടില്ലേ, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അപ്പം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. അവസാനം നോക്കട്ടെ. നമ്മള് ഇതൊന്ന് ഇങ്ങനെ കൊടുത്തു, ഒന്നിങ്ങനെ കൊടുത്തു ആണോ, ലൈറ്റ് വർക്ക് ചെയ്ത് കണ്ടല്ലേ. ഇനി തിരിച്ചു കൊടുത്ത് നോക്കിയാലോ നമുക്ക്. ഇതിങ്ങനെ കൊടുത്ത് നോക്കാം നേരെ ഇങ്ങനെ പ്ലസ് മൈനസ് മാറ്റിയാണ്ട് കണ്ടല്ലേ. അത് നമുക്ക് ഇനി LED നമുക്ക് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിക്കാം കണ്ടോ. സംഗതി റെഡിയാണ് കേട്ടോ. ഒരു കുഴപ്പമുണ്ടെങ്കിൽ LED സുഖമായിട്ട് വർക്ക് ചെയ്യണം കണ്ടോ. ഇനി ഇവിടെ മാറ്റി തിരിച്ച് എങ്ങനെയും നമുക്ക് എത്തിക്കാം. അങ്ങനെ ആകുമ്പോൾ പ്ലസ് മൈനസ് നോക്കണ്ട കണ്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം ആദ്യം ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തോടെ കാണുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ റൈസർ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഈ 9 വോൾട്ടാണ് ഈ റൈസർ കൊടുത്താൽ മതി കേട്ടോ. അത് ഈ ഇത് ബാറ്ററി 9 വോൾട്ടും LED 3 വോൾട്ടും ആകുമ്പോൾ പെട്ടെന്ന് LED ഫീസ് ആവും. കുറച്ച് കത്തിയാലും പിന്നെ അത് ഫീസായി പോകും കേട്ടോ. അപ്പോൾ റൈസർ കൊടുക്കണം. സാധാരണ നമ്മളെ ക്ലോക്കത്തെ അങ്ങനത്തെ ബാറ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് നേരിട്ട് കൊടുത്താൽ റൈസർ വേണ്ട. അത് 2 കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൂ കേട്ടോ.